ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുതുവത്സരത്തിലെ വർഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് പ്രഭാതവചനത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ, ഈ മാസത്തെ ഒന്നാമത്തെ ദിവസം ജാനുവരി 1, 2026. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പിന്നിലേക്കും മുന്നിലേക്കും നോക്കുക എന്നുള്ളതാണ്. മധുരസ്വപ്നങ്ങളോടും ശുഭപ്രതീക്ഷകളോടും പുതുവർഷത്തെ നാം സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇന്ന് വർഷ പുലരി ആഘോഷിക്കുന്നത് മദ്യലഹരിയിലും രതിക്രീഡകളിലുമാണ്. പാശ്ചാത്യരുടെ വികലമായ ആചാരങ്ങളും വികടമായ സമ്പ്രദായങ്ങളും അനുകരിക്കുന്ന ഭ്രാന്തിലാണ് നാം ഓരോരുത്തരും. ജീവിത നവീകരണത്തിനും ആത്മസമർപ്പണത്തിനുമായുള്ള അവസരം കൂത്താട്ടങ്ങൾക്കായി ചെലവിടുകയാണ് ഇന്നത്തെ പുതുതലമുറയും നാം ഓരോരുത്തരും. ജനുവരിയിലാണല്ലോ വർഷത്തിൻ്റെ തുടക്കം. ജാനസ് എന്ന റോമൻ ദേവന്റെ പേരിൽ നിന്നാണ് ജാനുവരി ഉണ്ടായത്. വാക്കിൻ്റെ അർത്ഥം തുറക്കലിൻ്റെ അഥവാ തുടക്കത്തിൻ്റെ ദൈവം എന്നാണ്. അതും തികച്ചും അന്വർത്ഥമായിരിക്കുന്നു. ഈ ദേവന് 2 തലകളും 4 കണ്ണുകളുമാണ് ഉള്ളത്. ഒരു തല മുമ്പോട്ടും മറ്റേത് പുറകോട്ടും തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ 2 കണ്ണുകൾ പിന്നിലേക്കും 2 കണ്ണുകൾ മുമ്പിലേക്കുമായിരിക്കുമല്ലോ. വളരെ അർത്ഥപൂർണമായ ഒരു സങ്കല്പമാണിത്. പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ മുഖം പിന്നിലേക്കും ഒപ്പം മുന്നിലേക്കും നാം തിരിക്കണം. പിന്നിലേക്ക് തിരിക്കുമ്പോൾ നമ്മുടെ 2 ദൃഷ്ടികൾ പിന്നിലുള്ള കാര്യങ്ങളിലേക്ക് തിരികുകയാണ്. അത് കടന്നുപോയ വർഷത്തെ വിലയിരുത്തുവാൻ ഉപകരിക്കും. വർഷാവസാനത്തിൽ ബിസിനസ്സുകാർ സ്റ്റോക്ക് തിട്ടപ്പെടുത്താൻ കണക്കെടുക്കാറുണ്ടല്ലോ. ലാഭനഷ്ടങ്ങൾ മനസ്സിലാക്കുവാനും ഭാവി ആസൂത്രണം ചെയ്യുവാനും അത് സഹായിക്കുന്നു. അപ്രകാരം ചെയ്യാത്തവർക്ക് വിജയം സാധ്യമല്ല എന്നും നമുക്ക് ഏവർക്കും അറിയാം. ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തുവാനുള്ള അവസരമാണിത്. ഒന്നാമത്തേത് ലാഭങ്ങൾ കണക്കിടുക എന്നുള്ളതാണ്. ലഭിച്ച അനുഗ്രഹങ്ങൾ, അനുഭവിച്ച ദൈവകൃപകൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കണം. ശാരീരികവും ആത്മീയമായ അനുഗ്രഹങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾക്കുപരിയായി ലഭിച്ച നന്മകളും സന്തോഷങ്ങളും അനുസ്മരിക്കുക. ഒരു കടലാസിൽ എഴുതി വയ്ക്കുന്നത് സഹായകമാണ്. അപ്പോൾ സങ്കീർത്തനക്കാരൻ്റെ വാക്കുകളായിരിക്കും നമ്മുടെ നാവിലെത്തുക. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തുപകാരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ 116-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ പറയുന്നത്. കഴിഞ്ഞ കാലത്ത് ദൈവം ചെയ്ത അനുഗ്രഹങ്ങളും നൽകിയ കൃപകളും ഓർക്കുമ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൂടാതെ ഉത്സാഹപൂർവ്വം ശുഭപ്രതീക്ഷ കൊണ്ട് ഉണർത്തുവാൻ സഹായമാകാതിരിക്കുകയില്ല. ഇന്നലത്തെയും എന്ന് നാം ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന അവസരത്തിൽ ഇന്ന് നാം നല്ല സൽപ്രവൃത്തികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നലെ നാം ചെയ്തതായ കാര്യങ്ങളൊക്കെയും ഓർത്ത് അതിൽ നല്ലതൊക്കെയും ആവർത്തിക്കുകയും മോശമായത് വേണ്ട എന്ന് വെക്കുകയും ഒരു തീരുമാനമെടുക്കുകയും ഞാൻ ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് തീരുമാനിക്കുകയുമാണ് വേണ്ടത്. രണ്ടാമത് ജീവിതത്തിലെ നഷ്ടങ്ങളും കണക്കിലെടുക്കണം. ഏതെല്ലാം രംഗത്താണ് നമുക്കും പരാജയം നേരിട്ടത്? അതിലുള്ള കാരണങ്ങൾ എന്താണ്? ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ മൂലമാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവർത്തനത്താലോ കാരണത്താലാകാം നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായത്. നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ പാളിച്ചകൾ ഉണ്ടാകാം. കാര്യവിചാരകത്വ ബോധമില്ലാത്ത സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്ത അവസരങ്ങൾ, ധാർമ്മിക രംഗത്ത് ആത്മനിയന്ത്രണമില്ലാതെ വികാരങ്ങൾ കടിമപ്പെട്ട് ജീവിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ എന്നിങ്ങനെ സമഗ്രമായ ഒരു വിചിന്തനം ആവശ്യമാണ്. നമ്മുടെ തോൽവിയിൽ നിന്നും നമുക്ക് പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. തിരുത്തലിനുള്ള മുഖാന്തരങ്ങളായി നാം അവയെ ഉപയോഗപ്പെടുത്തണം. പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് പിന്നെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നുവെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഴുതിയിട്ടുണ്ട്. ജാനസിന്റെ 2 കണ്ണുകൾ മുമ്പിലേക്ക് എന്ന് നാം കണ്ടു. ഭാവിയിലേക്കുള്ള നോട്ടവും ശ്രദ്ധയുമാണ് അവ സൂചിപ്പിക്കുന്നത്. 2 കാര്യങ്ങൾ നാം കണക്കിലെടുക്കണം. ഒന്ന്,
നമ്മുടെ മുമ്പിലുള്ള ചുമതലകളും കർത്തവ്യങ്ങളും അവയെക്കുറിച്ചുള്ള ശരിയായ അവബോധവും ആവശ്യമാണ്. ഇന്ന് ആസൂത്രണത്തിന്റെ കാലമാണ്. രാഷ്ട്രത്തിന്റെയും സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും കാര്യത്തിലെല്ലാം ആസൂത്രണം നടക്കുന്നു. പഞ്ചവത്സര പദ്ധതികളും മറ്റും അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നാം നടക്കുന്നത്. ശരിയായ പ്ലാനിംഗ് കൂടാതെ വളർച്ചയും പുരോഗതിയും സാധ്യമല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും ആവശ്യമാണ് എന്നുള്ളതും നമുക്ക് ഏവർക്കും അറിയാം. ജീവിത വിജയം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ആസൂത്രണത്തിലാണ്. നാം മുന്നേറേണ്ട പാതകളെക്കുറിച്ചും സ്വീകരിക്കേണ്ട കർമ്മ പദ്ധതികളെക്കുറിച്ചും വ്യക്തമായ ഒരു ദർശനം വേണ്ടിയിരിക്കുന്നു. പലരുടെയും പോക്ക് ചെല്ലുന്നിടത്ത് കാണാമെന്ന മട്ടിലാണ്. ചിലപ്പോൾ നമ്മുടെ പ്ലാനിങ് അതേപടി നടപ്പിലായി എന്ന് വരികയില്ല. തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും കടന്നു വരാം. അങ്ങനെയുള്ള ആകസ്മികതയ്ക്ക് ഒരു മാർജിൻ ഇടുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഭൗതികവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ കൈവരിക്കേണ്ടതിനെ കുറിച്ച് നാം കൂടുതൽ താല്പര്യവും ശ്രദ്ധയും വരുത്തുന്നുവെങ്കിലും ആത്മീയവും ധാർമ്മികവുമായ കാര്യങ്ങളിൽ അത്രയൊന്നും കരുതാറില്ല. സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കുന്നതിലും മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിലും നിഷ്ഠാപരമായ ഒരു ജീവിതചര്യ പിന്തുടരുന്നതിനുമുള്ള താല്പര്യം നമുക്ക് ഉണ്ടാകണം. അതാണ് നാം ഏറ്റെടുക്കേണ്ടത്. രണ്ടാമത്തേത്, മുന്നിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വഴി നമുക്ക് അവ്യക്തമാണ്. അവിടെയാണ് നാം തന്നെ വഴിയും ജീവനുമാകുന്നു എന്നുള്ള അരുളപ്പാട് അനുസ്മരിക്കേണ്ടത്. ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. വീണ്ടും നാം വായിക്കുന്നു, യേശുദാനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു എന്നും പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടുത്തെ സാന്നിധ്യം നമുക്കുറപ്പാണ്. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം നമ്മോടുകൂടി എന്നാണല്ലോ. വിശുദ്ധ കുർബാനയിൽ പട്ടക്കാരൻ പ്രസ്താവിക്കുന്നത് നാം കേൾക്കുന്നു. കരുണയാൽ ലോകത്തെ ശിക്ഷിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തൻ്റെ അമൂല്യമായ കഷ്ടാനുഭവത്താൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലത്തെയും പൂർത്തീകരിച്ച് തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. അപ്പോൾ നാം പ്രതിവാക്യമായി അപ്രകാരം നമ്മോടുകൂടെ എന്ന അർത്ഥത്തിൽ ആമേൻ ആമേൻ എന്ന് ചൊല്ലാറുണ്ട്. അത് ഒരു ആദരജൽപ്പനമായി തീരാതെ അനുഭവ യാഥാർത്ഥ്യമായി മാറ്റുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. പുതുവത്സരം നമ്മോടുകൂടെ ഇപ്പോഴില്ല. തൽക്കാലം ഒരു പുതിയ ദിവസം മാത്രമേ ഉള്ളൂ. പിന്നീടും ഓരോ ദിവസമായിട്ടാണ് നാം അഭിമുഖീകരിക്കേണ്ടത്. എല്ലാ ദിവസങ്ങളെയും ഒരുമിച്ചല്ല നാം നേരിടുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും നാം നന്നായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ വർഷം മുഴുവനും ശുഭകരമായിരിക്കും. നേരെ മറിച്ചാകാം, ഓരോ ദിവസവും അശുദ്ധമായും അശ്രദ്ധമായും അലസമായും ചെലവിടുന്നുവെങ്കിൽ ആ വർഷം മുഴുവനും തീരും പരാജയമായിരിക്കും എന്നും നമുക്ക് എവർക്കും അറിയാം. ഓരോ ദിവസവും എഴുതുവാനുള്ള ഓരോ വെള്ളക്കടലാസ് പോലെയാണ്. അതിൽ നന്നായും മനോഹരമായും എഴുതുവാൻ ശ്രമിച്ചാൽ വർഷത്തിൻ്റെ 355 പേജുകളും മനോഹരമായിരിക്കും. നമ്മുടെ ജീവിത പുസ്തകത്തിൽ ഓരോ താളും ഭംഗിയായി സൂക്ഷിക്കുവാൻ നാം ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. നാം ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷം നാം എന്തൊക്കെയാണ് തെറ്റുകൾ ചെയ്തത്, എന്തൊക്കെയാണ് നമ്മൾക്ക് അനുഗ്രഹങ്ങൾ കൃപാവരങ്ങൾ ലഭിച്ചത്. ഇത് രണ്ടും അനലൈസ് ചെയ്തതിന് ശേഷം നമ്മളുടെ നല്ല പ്രവൃത്തികൾ, അതായത് സൽപ്രവൃത്തികൾ എന്തൊക്കെ നാം ചെയ്തു അതിനെ മുമ്പോട്ട് കാരി ഫോർവേഡ് ചെയ്യുകയും നമ്മൾ ചെയ്തതായ തെറ്റുകൾ, നമുക്കുണ്ടായതായ അബദ്ധങ്ങളൊക്കെയും രണ്ടാമത് ആവർത്തിക്കാതിരിക്കത്തക്കോണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം എല്ലാവരും ചെയ്യേണ്ടത്, എൻ്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ഞാൻ മഹാപാപിയാകുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഇനിയും നമുക്ക് ഇന്നേ വരെ ചെയ്തു പോയിട്ടുള്ളതായ പാവങ്ങളെ ആവർത്തിക്കാതിരിക്കുവാനുള്ള ശക്തിയും ബുദ്ധിയും ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, അകർ പ്രായമുള്ളവരാണെങ്കിൽ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുന്നതോടൊപ്പം യുവാക്കൾ, കർത്താവേ, ഞങ്ങളെ നല്ല വഴിയിൽ നേർവഴിയിലൂടെ നടക്കത്തക്കവണ്ണം നീ ഞങ്ങൾക്ക് ഒരു പ്രകാശമായി ഞങ്ങളുടെ മുമ്പിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നാം ഓരോരുത്തർക്കും ഈ ലോകത്തിലേക്ക് വന്നതിന് ശേഷം കിട്ടിയിരിക്കുന്നതായ കർത്തവ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മൾ ദൈവബദ്ധരായി നമുക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയാണ് എങ്കിൽ ദൈവം ഓരോ ദിവസവും നമ്മെ അനുഗ്രഹിക്കും. ഈ വർഷത്തിൻ്റെ ഇനി 364 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെയും നമ്മൾക്ക് ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ
നാം ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.